മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ വളരെയധികം ശുഭകാര്യങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ച് നാളായിട്ട് ആരോഗ്യ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ നമ്മളും വാരഫലം നിർത്തിയിട്ട് ഒരു 4 മാസത്തോളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോഗ്യ ക്ലേശങ്ങൾ വളരെയധികം ഉണ്ട് എന്നുള്ളത്. ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെയധികം ഒരു മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം. അതിൻ്റെ ഒരു ആരംഭമാണ്. ഏകദേശം ഒരു 25-ാം തീയതി 26 കൂടിയിട്ട് തന്നെ അനവധി ആൾക്കാരുടെ ഉദരസംബന്ധമായി പഴയ രോഗങ്ങൾ മാറിക്കിട്ടുന്നതിനും വാദസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വിട്ടുമാറുന്നതിനും അതോടൊക്കെയുള്ള രക്തസംബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള വളരെ ഗുരുതരമായ അസുഖങ്ങളൊക്കെ വിട്ടുമാറിയിട്ടുള്ള ഒരു കാലഘട്ടം, അതിനുള്ള ഒരു തുടക്കമായിട്ട് ഈ ഒരു കാലഘട്ടത്തെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ മരുന്നുകളും മറ്റൊക്കെ പൂർണ്ണമായി നമുക്ക് പ്രവർത്തിക്കണോ അല്ലെങ്കിൽ അത് ഫലിക്കണോ എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുക. ഈ ഒരാഴ്ച മാനസികമായിട്ടൊരു തൃപ്തി ഉണ്ടാവും. പ്രത്യേകിച്ച് അതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്. എങ്കിൽ പുതിയ കർമ്മ മേഖലയിലേക്ക് കടക്കുന്നവരെ സംബന്ധിച്ച് ധാരാളം ആനുകൂല്യങ്ങൾ, അവർക്കിപ്പം ജോലിയിൽ തന്നെ അനവധി ആനുകൂല്യങ്ങൾ പുതിയ മേഖലയിൽ നിന്നും അവരെ ക്ഷണിക്കുന്നതും അവർക്കുള്ള ഓഫേഴ്സ് കിട്ടുന്നതിനൊക്കെയുള്ള കാലഘട്ടമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ഒന്ന് നല്ലതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ കർമ്മ മേഖല ഒന്ന് മാറുന്നതിന് ഉള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു യോഗം ഈ ഒരു കാലഘട്ടത്തിലുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള ഒരു മാറ്റം എന്തായിക്കഴിഞ്ഞാലും ഈ ചിങ്ങക്കൂറുകാർക്ക് കർമ്മ മേഖലയിൽ വളരെയധികം അനുകൂലമുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. എത്രയോ പേർക്കാണ് ജോലിക്കുള്ള ഒരു സാധ്യത കാണാൻ വേണ്ടി സാധിക്കുക ഗ്രഹഫലം കൊണ്ടാണ്. എങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളെ ഒരു 20 വയസ്സിന് താഴോട്ടുള്ളവരൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ജനിച്ച കുഞ്ഞുമക്കളെ സംബന്ധിച്ചിട്ടൊക്കെ ചെറിയ കാലഘട്ടത്തിലുള്ളവർ ഒന്ന് നേത്ര സംബന്ധപ്പെട്ടുള്ള രോഗങ്ങളും അതോടൊപ്പം ശിരോ സംബന്ധപ്പെട്ടുള്ള രോഗങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതോടൊപ്പം കുട്ടി മക്കളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ല ഒരു കാലമാണിത്, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. എങ്കിൽ അതോടൊപ്പം തന്നെ ആലസ്യം നമുക്ക് വിട്ടുമാറുന്നതായിട്ട് കാണാം. ആലസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് തോന്നുന്ന പോലെ ആയിരിക്കില്ല ഈ ചിങ്ങക്കൂറുകാർക്ക്. ഇപ്പോൾ അടുത്ത കാലം മുതൽ ഈ ഒരാഴ്ച മുതൽ വളരെയധികം ഒരു ഉന്മേഷം, ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ഒരു ഉത്സാഹം കൂടി വരുന്നതായിട്ട് വളരെയധികം ആ വ്യാഴത്തിൻ്റെ സ്ഥിതി വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. എല്ലാം അന്വേഷിക്കാനും മുൻകൂട്ടി പോകാനുള്ള യാത്രയ്ക്ക് ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ കൂടുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം തന്നെ വിവാഹ മതനാലോകം, വിവാഹാദി വിഷയങ്ങളിൽ തടസ്സമുള്ളവർക്കൊക്കെ ഒരു തടസ്സം മാറിക്കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട്, അതിന് മുഖ്യമായി വഴിപാടുകൾക്കൊക്കെ ഒരു ഫലം. അതുകൊണ്ട് മഹേശ്വര ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ വിവാഹ വിഷയങ്ങളിൽ തടസ്സം അനുഭവപ്പെടുന്നവർ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വിവാഹ സന്താന ക്ലേശങ്ങളിലുള്ളവർക്കും അനുകൂലം തന്നെയാണ് ഈ ഒരു വാരത്തിൽ കാണാൻ വേണ്ടി സാധിക്കുക. വാഹനാദി വിഷയങ്ങളിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വാരമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഏറെക്കുറെ ബുദ്ധിമുട്ടുകളില്ലാതെ ശത്രുക്കളിൽ നിന്നും അല്ലെങ്കിൽ അകാരണമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിൽ അകാരണമായിട്ടുള്ള ഒരു മാനസിക വിഷമത്തിനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വാരത്തിൽ ശ്രദ്ധിച്ച് നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആരോഗ്യ സംബന്ധപ്പെട്ട് മധ്യവയസ്സിനുള്ളവരെ സംബന്ധിച്ച് വളരെയധികം നല്ലതായിട്ട് തന്നെയാണ് ഈ ഒരു വാരത്തിൽ. മരുന്നുകൾക്കൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ വളരെ അനുകൂലത്തിൽ അവരുടെ ഒരു മനസ്സിന് തൃപ്തിയോട് കൂടിയിട്ട് ഈ ഒരു വാരത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും. ഈശ്വരാധീനത്തിനു വേണ്ടി ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ദേശകാലത്തിനനുസരിച്ചുള്ള വഴിപാടുകൾ അവിടെ സമർപ്പിക്കാം. ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു വിളക്ക് കത്തിക്കാനെങ്കിലും നമുക്ക് സാധിക്കുക. അങ്ങനെയെങ്കിലും മനസ്സിനെ ഒന്ന് വളരെയധികം ഭഗവാനിലേക്ക് ചേർക്കുക. ഈശ്വരീയത്തെ കൊണ്ട് ഈ ഒരാഴ്ച തീർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.